ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് കടബാധ്യത മാറുവാൻ 5 വചനങ്ങൾ എന്ന വിഷയവുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ദൈവവചനം പങ്കുവെക്കുന്നത്. ദൈവവചനത്തിൽ എല്ലാറ്റിനും പരിഹാരമുണ്ട്. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന, വീർപ്പ് മുട്ടുന്ന, മുന്നോട്ടൊരു വാതിലും തുറയപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇനി പരിഹാരമില്ല എന്ന് ഓർത്ത് വിഷമിക്കുന്ന സകല മനുഷ്യർക്കും ആശ്വാസമായി നിങ്ങളൊരു ബിസിനസ്സുകാരനോ, ഒരു തൊഴിലാളിയോ, ഒരു കുടുംബനാഥനോ കുടുംബനാഥയോ, അല്ലെങ്കിൽ ജീവിതമാർഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോ, പല വഴികളിലും മുട്ടിയിട്ട് തുറന്നു കിട്ടാത്ത അവസ്ഥയോ, വിസാ തടസ്സങ്ങളോ, പലതവണ ജോലിക്ക് വേണ്ടി പല വാതിലുകളിലും മുട്ടിയിട്ടും പലയിടത്തും കൊണ്ടുപോയി പണം കൊടുത്തിട്ടും ഒരു ജോലി അന്വേഷിച്ചുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുന്ന അവസ്ഥകളിലോ ഒക്കെ ആയിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ എല്ലാറ്റിനും പരിഹാരമുണ്ട്. അമ്മയുടെ മുലപ്പാലിൽ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായത് എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഡോക്ടർ പറയും, ഒരു ന്യൂബോൺ ബേബിക്ക് അതിൻ്റെ മുലകുടി മാറുന്നത് വരെ, അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ആ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ മറ്റുള്ളതൊന്നും കൊടുക്കരുത്. കാരണം അതിൻ്റെ കിഡ്നി വരെയും ലിവറിനും കിഡ്നിക്കും ഒക്കെ കംപ്ലൈൻറ്റ്, ഡാമേജ് ഉണ്ടാകാനും ദഹന പ്രശ്നങ്ങൾ, അത് ഭാവിയിലേക്കും വലിയ ദോഷങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അമ്മയുടെ മുലപ്പാലിൽ അതിനാവശ്യമായ ഭക്ഷണം മാത്രമല്ല, അത് നല്ലൊരു മെഡിസിൻ കൂടെയാണ്. അമ്മയുടെ മുലപ്പാലിൽ ഒരു കുഞ്ഞിന് ആവശ്യമായതെല്ലാം ഉള്ളതുപോലെ ദൈവവചനത്തിൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമായത് എല്ലാം ഉണ്ട് എന്നും പറഞ്ഞ് ദൈവവചനം 1000 പ്രാവശ്യം എഴുതി, ദൈവവചനം 5 പ്രാവശ്യം അല്ലെങ്കിൽ 33 പ്രാവശ്യം വേദം 21 ദിവസം പ്രാർത്ഥിച്ചു കടം മേടിച്ചിട്ട് അങ്ങനെ ഇരുന്നാൽ മതിയാ? ഇല്ല. വചനത്തിൽ പറയുന്നുണ്ട്, ആകാശത്തിൽ മത്തായി 6:33 ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളെ പ്രതി ആദി പിടിച്ച് ഉത്കണ്ഠ പിടിച്ച് നിരാശപ്പെട്ട് ആത്മഹത്യയിലേക്ക് പോകണം എന്നല്ല. ആകാശത്തിലെ പറവകളെ നോക്കുൻ, വയലിലെ ലില്ലികളെ നോക്കുൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല എന്ന് പറഞ്ഞ് കാലം നീട്ടി വെറുതെ ഇരുന്നാൽ മതി എന്നല്ല. ജീവിതമാർഗം തേടിയുള്ള പരിശ്രമങ്ങൾ നിരന്തരം തുടരണം. യാചന പ്രാർത്ഥനക്കാരും മാത്രമായിട്ട് അധംപതിക്കാതെ. വചനം വിവിധ സ്ഥലങ്ങളിൽ കിടപ്പുണ്ട് നമുക്കുള്ള ഉത്തരം. മത്തായി 7:7 ചോദിപ്പിൻ തരപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചു കഴിയുമ്പോൾ ദൈവം കണ്ടെത്താനുള്ള വഴികളിൽ നമ്മളെ എത്തിക്കും. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ നമ്മൾ അന്വേഷിക്കുന്ന സാമ്പത്തിക മാർഗങ്ങൾ ആയിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മളെ തേടി വരുന്ന വ്യക്തികൾ, നമുക്കൊരു പരിചയവുമില്ലാത്ത, എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഒരു സ്ത്രീ പ്രാർത്ഥിക്കാൻ വന്നു, അവർക്ക് വീടില്ല, ഒട്ടും സാമ്പത്തികമില്ല, മക്കളെ ഡിപ്പെൻഡ് ചെയ്യാൻ ഒട്ടും പറ്റത്തില്ല, അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥ, പ്രായമായി, ഒരു വിധവാ റോളാണ്. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് ബ്രദറിൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് 2 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് പോയിട്ട് എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അപ്പച്ചൻ മരിച്ചു പോയല്ലോ, അതാണ് മകൻ്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞ് അവർക്ക് ഒരു വീട്ടിൽ കിട്ടിയ വഴി കൂട്ടുകാരിയായി കൂട്ടിന് നിൽക്കുക, അന്തിക്കൂട്ട് നിൽക്കുക. കിട്ടിയ ജോലി ഇതാണ്. ഈ പ്രായമായ ആളല്ലാതെ എന്ത് ചെയ്യും? ഒരു വിധവ എന്ത് ചെയ്യും? പിന്നെ അവർ പ്രാർത്ഥന ചൊല്ലുമ്പോൾ മറുപടി ചൊല്ലാൻ ഒരാൾ വേണം. അവർക്ക് മക്കളും ഇല്ല, ഭർത്താവും മരിച്ചുപോയി. അപ്പോഴാണ് വിശ്വാസമുള്ള ഒരാളെ അന്വേഷിച്ചത്. ബ്രദറിനോടല്ല കേട്ടോ, അവർ പത്രത്തിൽ കണ്ട്, അതാണ് അന്വേഷിപ്പും കണ്ടെത്തുമെന്ന് ക്ലാസിഫൈഡിൽ നോക്കി കണ്ടുപിടിച്ച ഇതാണ്. ഈ മനോരമ ക്ലാസിഫൈഡ്, മാതൃഭൂമിയിലും ഒക്കെ ഇങ്ങനെ ഇതുപോലെ പരസ്യങ്ങളിൽ അന്തിക്കൂട്ടിന് ആളെ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭക്ഷണവും താമസവും എല്ലാം നടക്കും എന്ന് മാത്രമല്ല, എന്നെ പ്രാർത്ഥിക്കാനായിട്ട് ആ വീട്ടിൽ ഒരിക്കൽ ഇവർ പരിചയപ്പെട്ടതിന് ശേഷം ആ വീട്ടുകാർ വിളിപ്പിച്ചതാണ്. അപ്പോൾ എല്ലാം നടക്കും. ഒരു വീട്ടുകാരി ആയല്ല, ഒരു യജമാനത്തിയെ പോലെ അവിടെ ജീവിക്കുന്നതാണ്. നേരിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഏതാനും മണിക്കൂർ അവിടെ ചെലവഴിച്ചപ്പോൾ കാണാനിടയായത്, ആ സ്ത്രീ 5 ലക്ഷം രൂപയും ഇവർക്ക് അത്യാവശ്യമുള്ള സ്വർണ്ണാഭരണങ്ങളും അവരുടെ വീടിന് മറ്റു പല സഹായങ്ങളും, വീട് വെക്കാൻ ആവശ്യമായ സപ്പോർട്ടുകളെല്ലാം കൊടുത്തെന്ന് പിന്നീട് അറിയാനായിട്ട് കഴിഞ്ഞു. ഒന്നും ചോദിച്ചതോ പിടിച്ചു പറിച്ചതോ അല്ല. സമയത്തിൻ്റെ പൂർത്തിയിൽ ആ സ്നേഹബന്ധം വിശ്വാസയോഗ്യമാണെന്ന് കണ്ടപ്പോൾ വീട്ടുകാരി
ദാസിയായും ദാസി യജമാനത്തിയായും മാറിയതുപോലെ പോത്തിഫറിൻ്റെ ഭവനത്തിൽ പഴയ നിയമത്തിൽ കാണുന്ന, ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ഇതാ ജോസഫിനെ എല്ലാറ്റിൻ്റെയും മേൽ ദൈവം അവൻ്റെ ഭവനത്തിലും എല്ലാത്തിലും ദൈവം അനുഗ്രഹവും അധികാരവും കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഒരു മുഴുവൻ സമയ ശുശ്രൂഷ ജോലിയുമായിട്ട് അപ്പച്ചൻ മരിച്ചതിന് ശേഷം എൻ്റെ ആത്മീയ ഗുരുക്കന്മാർ വൈദികർ പറഞ്ഞു തന്ന നിർദ്ദേശം അനുസരിച്ച് മുഴുവൻ സമയ ശുശ്രൂഷ കൊണ്ട് മാത്രം ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബം തള്ളി നീക്കുവാനായിട്ട് മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ചിലവുള്ള കാലഘട്ടങ്ങളിൽ ഒത്തിരി ബുദ്ധിമുട്ടുന്ന അവസരങ്ങളിൽ ദൈവത്തോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഒക്കെ വന്നപ്പോൾ ഞാൻ വിചാരിക്കാത്ത, എനിക്ക് മുൻപരിചയമില്ലാത്ത വ്യക്തികളും വഴികളുമായിട്ട് എൻ്റെ ശുശ്രൂഷ ചെയ്യാനും പറ്റും, എന്നാൽ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ജോലി മാർഗങ്ങൾ ആ കാലയളവുകളിൽ ആവശ്യത്തിൽ കവിഞ്ഞുള്ള രീതിയിൽ ദൈവം ഒരു കാര്യം 3 വർഷത്തോളം തന്നുകൊണ്ടിരുന്നു. അപ്പോൾ കുടുംബത്തിലും ജീവിതത്തിലും ആവശ്യമായതെല്ലാം. മറ്റൊരു കാര്യം അതുപോലെ തന്നെ ആ കാര്യം ആദ്യത്തെ ബിസിനസ് വഴി അവസാനിച്ചപ്പോൾ ജോലിക്കൊന്നും പോകണ്ട, പക്ഷേ പാസ്വേഡും ID എല്ലാം തരും. അവർ തരുന്നതനുസരിച്ചുള്ള വർക്ക് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റൊരു സ്ഥാപനത്തിൽ ചെയ്തു കൊടുത്ത് അതിൽ ഒരു ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യാൻ, എന്നാൽ നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അങ്ങനെ 2 തരം ബിസിനസ്സുകൾ, 2 ദൈവം മുമ്പിൽ കൊണ്ടുവന്ന് ഇടും. സങ്കീർത്തനം 34:10 സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ലെന്ന് വചനത്തിൽ പറയൂലേ. ഇത് പൂർണ്ണമായ പരമമായ സത്യമാണ്. അത് വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞ് നാട്ടിൽ മുഴുവൻ തലക്ക് ചുറ്റും കടം മേടിച്ചു വെച്ചിട്ട് ഇന്ന് പത്രത്തിൽ വായിച്ചത് ഓർക്കുകയാണ്. പേര് ഞാൻ പ്രത്യേകം നോക്കി, ഒരു ക്രിസ്തീയ കുടുംബമാണ്. കേരളത്തിലെ അറ്റത്ത് നിന്ന് കാറിൽ കുടുംബം ആത്മഹത്യ ചെയ്തിരിക്കുന്ന അവസ്ഥ. അതിൻ്റെ റിപ്പോർട്ടുകൾ പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക തകർച്ച, കടബാധ്യതയാണ് ഈ ആത്മഹത്യയുടെ പിന്നിലുള്ള പ്രധാന വില്ലനെന്ന്. ഇങ്ങനെ നമ്മൾ അറിഞ്ഞും അറിയാതെയും പോകുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. ജോലിയെടുക്കാൻ ആരോഗ്യമുള്ള എത്രയോ പേര് ജോലി ചെയ്ത് തീർക്കാനുള്ള വഴികൾ അന്വേഷിച്ചാൽ കണ്ടെത്താനുള്ള, പക്ഷേ ചിലർക്ക് ചെറുതൊന്നും പോരാ, വലുതിൽ മാത്രം പിടിക്കും. വർഷങ്ങളായിട്ട് വീട്ടിൽ കയറിയിരിക്കുന്ന ബിടെക്കുകാരനെയും വർഷങ്ങളായിട്ട് വീട്ടിൽ കയറിയിരിക്കുന്ന എംടെക്കുകാരത്തിനെയും വർഷങ്ങളായിട്ട് വീട്ടിൽ കയറിയിരിക്കുന്ന MBAക്കാരനെയൊക്കെ പ്രാർത്ഥിക്കാൻ കെട്ടിവലിച്ച് വീട്ടുകാർ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. ഇവിടെയെല്ലാം കാണുന്ന പരാജയമായി നിശ്ചിത ജോലി മാത്രമേ ചെയ്യൂ. ഞാനൊരു സ്ഥാപനത്തിൽ മോട്ടിവേഷൻ ടോക്കിന് വേണ്ടി ആ ഫാക്ടറിയിൽ ചെന്നപ്പോൾ എന്നെ ആ മുതലാളി ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ജഡ്ജിയുടെ മകനാണ്, എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം വന്നിരിക്കുകയാണ്, ചെറിയൊരു സ്റ്റൈപ്പൻഡ് മാത്രം, ഒന്നും വേണ്ട, തല്ലിക്കെട്ടി കൊടുത്തിട്ടും മേടിക്കുന്നില്ല, ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി എന്നുള്ള. അതായത് ആദ്യമേ തന്നെ ഇന്ന് 10,000-ങ്ങളും ലക്ഷങ്ങളും വേണമെന്ന് കടിപിടിച്ചിരിക്കുന്നവരുടെ വിദ്യാഭ്യാസ ലോണും മുടങ്ങിക്കിടപ്പുണ്ടാകും, കുടുംബത്തിൻ്റെ ആധാരവും കടത്തിലായിട്ടുണ്ടാകും. അതുകൊണ്ട് എന്നെ കേൾക്കുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ പരിഭവമൊക്കെ തോന്നിയേക്കാം. ഒരു അപ്പൻ എന്നോട് പറഞ്ഞതാ, ബിടെക്കും കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോൾ ട്രെയിനിങ് പീരീഡിൽ 15,000 രൂപയാണ് കൊടുത്തത്. അവനോട് ഞാൻ പറഞ്ഞു, നീ ഇവിടെ വീട്ടിൽ കയറി ഇരുന്നോ, ഇപ്പോൾ അടിച്ചു വെച്ചേക്കുന്ന പോലെയാണ്. അപ്പോൾ ഇവിടുത്തെ വേലക്ക് വന്നവർക്ക് അതിൽ കൂടുതൽ കാശ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വീട്ടിൽ കയറി ഇരുന്നു. ആ ഇരിപ്പ് കയറി ഇരുന്നിട്ട് അവിടെ ഇരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് വലിയ പൊങ്ങച്ചവും വലിയ ഗമയും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെതറിക്കപ്പെടുന്ന അവസ്ഥകളുണ്ടാകും. ഇങ്ങനെയുള്ളത് ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് പോലും ആത്മഹത്യ ഒരു പരിഹാരമല്ല. ആത്മഹത്യ ചെയ്ത് ആരും ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒക്കെ പൊടി പോലും ഉണ്ടാകുമല്ലായിരുന്നു. ഒരു കാലത്ത് കടബാധ്യതകളും സാമ്പത്തിക വഴികൾ അടഞ്ഞ, അതായത് ഒരു നല്ല രീതിയിൽ ജീവിച്ച അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. എല്ലാം തകർന്നടിഞ്ഞ, ആരും ജോലി തരാത്ത, ജോലി പോലും കിട്ടാത്ത അവസ്ഥ. പിന്നെ എൻ്റെ അപ്പനൊക്കെ നല്ല രീതിയിൽ ജോലി കൊടുക്കുകയും ജോലി എടുക്കുകയും ചെയ്തിട്ട് നല്ല പൊസിഷനിൽ ഇരുന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ചെറുതിനൊന്നും പോകില്ല, ചെറുതൊന്നും ചെയ്യില്ല. ഇനി പലയിടത്തും ചെല്ലുമ്പോൾ അയ്യോ അയാൾക്കുള്ള ജോലി ഇല്ല, അയാൾ ഇന്ന രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളല്ല, ഇയാൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുമോ, അങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടതകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. 15 വർഷക്കാലം എല്ലാ വഴികളും അടഞ്ഞപ്പോൾ അവസാനം എല്ലാ വാതിലുകളും മുട്ടിയിട്ട്
അന്വേഷിച്ചിടത്തും കിട്ടാതെ ആയപ്പോൾ അതിൻ്റെ അപ്പൻ ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം പോറ്റിയ കാലഘട്ടങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അത് മോശമാണെന്നല്ല പറയുന്നത്, സ്വന്തമായിട്ടൊരു ഓട്ടോറിക്ഷ പോലും മേടിക്കാൻ ഇല്ല. കഴിഞ്ഞ ദിവസം ആരും എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നത് കണ്ടു, ഒരു ഓട്ടോറിക്ഷ മേടിച്ച് തരുമോ എന്ന്. ഞാൻ തിരിച്ച് മെസ്സേജ് ഇട്ടത് ഇതാണ്, വാടകയ്ക്ക് ഓട്ടോറിക്ഷ കിട്ടും, ആദ്യം അത് ഓടിച്ച് മെച്ചം വെച്ച് നിങ്ങൾക്കിത് ചെയ്തുകൂടെ? അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകളെ എനിക്കറിയാം. ഒന്നിലധികം ഓട്ടോറിക്ഷകൾ ഇന്ന് വാടകയ്ക്ക് കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കുകയും ജോലി കൊടുക്കുകയും ചെയ്യുന്ന ആ ഓട്ടോറിക്ഷ ഓടിച്ച് ഇന്ന് വലിയൊരു ബിസിനസ് സ്ഥാപനം ആയി ഉണ്ടാക്കിയ മനുഷ്യനെയും അറിയാം. ചള്ളിലേ ഉള്ളെന്ന് പറയും. അതുകൊണ്ട് ചെറുതുകൊണ്ടേ വലുതാകാനായിട്ട് പറ്റൂ. നമ്മൾ അന്വേഷിച്ചാൽ നമ്മുടെ മുമ്പിൽ പല വഴികളും ഉണ്ട്. വെറുതെ വെള്ളയപ്പം ഉണ്ടാക്കി ലക്ഷങ്ങൾ കടം ഉണ്ടായിരുന്നിട്ട് അവരതിന് മുൻകാല പരിചയമൊന്നുമില്ല, പക്ഷേ കണ്ടെത്തിയ വഴി ഇതാണ്. വെള്ളയപ്പം ഉണ്ടാക്കി വീടുകൾ തോറും അപ്പം എന്നും പറഞ്ഞ് വണ്ടിയിൽ കെട്ടിവെച്ച് നടന്ന് വിറ്റ് പിന്നെ ആളുകൾ വരാൻ തുടങ്ങി. പിന്നെ ഹോട്ടലുകളിൽ വെക്കാൻ തുടങ്ങി. കുടുംബത്തോടെ കഷ്ടപ്പെട്ട് വലിയ കടബാധയും ജപ്തിബാധയിൽ നിന്ന് കയറി വന്ന കുടുംബത്തെ അറിയാം. വെറുതെ കട്ട്ലറ്റ് ഉണ്ടാക്കി വിട്ട് ടോപ്പായ കുടുംബത്തെ അറിയാം. അച്ചാർ ഉണ്ടാക്കിക്കൊണ്ട് കുടുംബത്തോടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥാപനത്തെയും വ്യക്തികളെ എനിക്കറിയാം. ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ തന്നെയാണ്. ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, എല്ലാവരും ചെയ്യുന്നതല്ല, ഇക്കാലത്ത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ദൈവത്തെ ഓർത്ത് ഇതും പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കാര്യവും ചെയ്യാനായിട്ട് പോകരുത്. മടുപ്പ്, നിഷേധ ചിന്തകൾ, ആദ്യം അതെല്ലാം മാറ്റുക. കടബാധ്യതകൾ മാറുവാൻ സമ്പത്ത് കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ വഴികളും അടഞ്ഞ കാലഘട്ടങ്ങളിൽ അപ്പൻ വിഷവും മേടിച്ചു വെച്ച് കുടുംബസമേതം ഞങ്ങൾ മരിക്കാൻ വേണ്ടി ഒരുങ്ങി. അപ്പൻ ആത്മഹത്യക്ക് പലതവണ ശ്രമിച്ചു, പരാജയപ്പെട്ടിട്ടുണ്ട് ഒട്ടനവധി തവണ. അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്ന് വ്യക്തിയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയുക, ആത്മഹത്യ ഒരു പരിഹാരമല്ല. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചവരും ചെയ്തവരും മറ്റനവധി പ്രശ്നങ്ങൾ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും ഉണ്ടാക്കിയാണ്. ആത്മാവിനെ നശിപ്പിക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ശരീരത്തെ കൊല്ലുന്ന പ്രവണത ഒന്നിനും ഒരു പരിഹാരവുമല്ല. അപ്പോൾ മാനസികമായ പ്രയാസങ്ങളോ അല്ലെങ്കിൽ വഴിമുട്ടിയെന്ന ചിന്തകളോ ആണെങ്കിൽ അതിൽ നിന്ന് കൗൺസിലിങ്ങും ചികിത്സകളും പ്രാർത്ഥനകളും ധ്യാനങ്ങളും കൗൺസിലിംഗ് സെൻ്ററുകളും എല്ലാം ധാരാളമുണ്ട്. അങ്ങനെയുള്ള പരിഹാര മാർഗങ്ങൾ തേടാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ അന്ന് കുടുംബത്തോടെ മരിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ പൊടി പോലും ഇല്ല. ഒരു ദുർമാതൃക ആകമാന സമൂഹത്തിനും സഭയ്ക്കും കുടുംബക്കാർക്ക് മുഴുവൻ നാണക്കേടും വരുത്തി വെക്കുന്ന അവസ്ഥ. ഞാനിത് കുമ്പസാര രഹസ്യം പോലെ തുറന്നു പറയുന്നത്, ഇത് കേൾക്കുന്ന ഇതിനേക്കാൾ വലുത് ചിന്തിച്ച പലർക്കും ഇതൊരു പ്രയോജനമാവുന്നതിന് വേണ്ടിയാണ്. മോഷണം ചെയ്യട്ടെ, കടബാധ്യത എല്ലാം മാറി ഇത്തിരി പൈസ ആയാൽ ഞാനത് നിർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് അനുവാദം ചോദിക്കാൻ വന്ന ശുദ്ധഗതിക്കാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ എഴുത്ത് വായിച്ചതോർക്കാണ്. എഴുതി കൊണ്ടുവന്നു, വർത്തമാനം പറയാൻ ടെൻഷൻ ഉള്ളത് കൊണ്ട്. അവനെ പറയുകയും തിരിക്കുകയും ധ്യാനമൊക്കെ കൂടിക്കുകയും കൗൺസിലിംഗ് കൊടുക്കുകയും ഒരു ഫോളോ അപ്പ് ഒക്കെ നൽകി പിന്നെയും വന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ചു. കുറേ നാൾ മുമ്പ് അവൻ്റെ പെങ്ങളുടെ കല്യാണം വിളിക്കാൻ എന്നെ വന്ന് വിളിച്ചാൽ കണ്ടാൽ അറിയത്തില്ല. അത്ര സമ്പന്നമായ അവസ്ഥകൾ കെട്ടിലും മട്ടിലും എല്ലാം വന്നു. ഇതെങ്ങനെ ചോദിച്ചു, ബ്രദർ എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോയില്ല, അല്ലെങ്കിൽ ഞാൻ വല്ല ജയിലിലും കിടന്നേനെ. പക്ഷെ അന്നത്തെ അന്ധമായ അവസ്ഥയിൽ ഇങ്ങനെയുള്ള വളഞ്ഞ ചിന്തകൾ മാത്രമേ വരുവുള്ളായിരുന്നു. എന്നിട്ട് അവൻ രക്ഷപ്പെട്ട, ജോലി ചെയ്ത, ചെറിയ ജോലി തേടി, അതിൽ നിന്ന് മെച്ചപ്പെട്ട കിട്ടി, വലിയൊരു മുതലാളിയുടെ കീഴിൽ ജോലി കിട്ടി, അവിടെ വിശ്വാസ്യത നേടിയുകൊണ്ട് മെച്ചപ്പെട്ട് ഉയർന്ന് നല്ല രീതിയിലേക്ക് വന്നു. കുടുംബത്തിൻ്റെ ആകെ സ്ഥിതി മെച്ചപ്പെട്ട അവസ്ഥകളെല്ലാം ഏറ്റവും ചുരുക്കി ആ മകനോട് പങ്കുവെച്ചോർക്കുകയാണ്. ആരെയാണ് ദൈവം പറഞ്ഞു വിടുന്നതെന്ന് അറിയില്ല. കാത്തിരിക്കാനുള്ളൊരു മനസ്സുണ്ടാകണം, അന്വേഷിക്കണം, നമ്മൾ മുട്ടി വിളിക്കണം. നമ്മൾ മുട്ടുന്ന എല്ലാ വാതിലും എല്ലാ വഴികളും നമുക്ക് തുറന്ന് കിട്ടണമെന്ന് ഇല്ല. വിദേശത്ത് തന്നെ പോയി അടങ്ങൂ എന്നും പറഞ്ഞ് വാശി പിടിച്ച് പാസ്പോർട്ട് നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, വീടിൻ്റെ പറമ്പ് വിറ്റത് പൈസ നഷ്ടപ്പെട്ടു, വീട്ടുകാരുടെ മുമ്പിൽ നിൽക്കാൻ വയ്യ, നാട്ടുകാരുടെ മുമ്പിൽ നിൽക്കാൻ വയ്യ, എന്തിനു പോയാലും നശിപ്പെന്ന് പറയുന്ന ചീത്തപ്പേര് വന്ന അവസ്ഥ. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതല്ല യഥാർത്ഥത്തിൽ, പക്ഷേ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പറഞ്ഞു കൊടുത്ത മെസ്സേജ്, പേര്
അപ്പോൾ പറഞ്ഞു അത് ബോംബെയിലൊരു ജോലി പറഞ്ഞിട്ടുണ്ട്, ആ ആളുടെ പേരാണ് ബ്രദർ പറഞ്ഞത്, അതെനിക്ക് താല്പര്യമില്ല, ഗൾഫിലാണെങ്കിൽ നമുക്കിപ്പോൾ അല്ലാതെ പോയിട്ട് ജോലി കിട്ടിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു ഈശോ തന്ന പേരല്ലേ, ഈശോ പറയുന്നത് ഇതിന് പോകാനാണ്. ബോംബെയിൽ പോയ അനുസരിച്ച് ആ വ്യക്തി അങ്ങനെ ആ ജോലിക്ക് പോയി. അവിടെ ജോലിക്ക് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജോലിക്ക് പിരിഞ്ഞു പോകുന്ന ആൾ നോട്ടീസ് പീരീഡിലായതുകൊണ്ട് ഇയാളെ ജോലിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഇയാളുടെ സങ്കടകഥകൾ കേട്ട് ബയോഡാറ്റ എല്ലാം കളക്ട് ചെയ്തു. അയാൾക്ക് വിദേശത്ത് ജോലി കിട്ടി. അങ്ങനെ അവിടെ ആളെ ആവശ്യം വന്നപ്പോൾ ഒരു പൈസ പോലും മേടിക്കാതെ ഇയാൾക്ക് ചാൻസ് ഒരുക്കി കൊടുത്തു. അങ്ങനെ നല്ല ജോലി, കെട്ടുറപ്പും ഭദ്രതയും, സാമാന്യം മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി, ഗൾഫിലെ വിദേശ ജോലി ആദ്യത്തെ ആയതുകൊണ്ട് ഭയങ്കര ശമ്പളമൊന്നുമില്ല, എന്നാൽ മോശമില്ല. അപ്പോൾ വീണ്ടും അന്വേഷിച്ചു, എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ടത് കിട്ടി. അങ്ങനെ ബോംബെയിൽ നിന്ന് ഖത്തറിൽ പോയി, മസ്കറ്റിൽ പോയി, പിന്നെ ഷാർജയിൽ കിട്ടി. 3 മാസം കൂടുമ്പോൾ നാട്ടിൽ വരാം. പിന്നെ ആഫ്രിക്കയിൽ പോയി, ആ കമ്പനിക്ക് പല രാജ്യങ്ങളിലുണ്ട്. പണ്ടത്തെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയായി. അവസാനം ഓസ്ട്രേലിയയിലെത്തി കുടുംബസമേതം ഇന്ന് ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന, ദൈവിക സംരക്ഷണത്തിലും അനുഗ്രഹത്തിലും ആയിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇതാണ് ദൈവത്തിൽ ആശ്രയിക്കണം, കാത്തിരിക്കണം, പരിശ്രമിക്കണം. മനുഷ്യൻ്റെ പദ്ധതികൾ അവസാനിക്കുന്നിടത്ത് നിന്നാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ ആരംഭിക്കുന്നതെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ സാമ്പത്തിക പുരോഗതി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് 3 പോയിന്റുകൾ ദൈവവചനത്തിൽ പങ്കുവയ്ക്കുകയാണ്. പ്രാർത്ഥിക്കാനുള്ള വചനം ഒന്ന് ഇതാണ്. തോബിത്ത് 4:21. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ഇവിടെ 50 ലക്ഷം കടം കൊണ്ട് വന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഓർക്കുകയാണ്. 2 ആഴ്ച കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ 25 ലക്ഷം കിട്ടി. എത്ര വർഷം കൊണ്ട് നോക്കാമെന്നറിയാം. 25 ലക്ഷം കൊണ്ടൊന്ന് വീട്ടിൽ കൊടുത്തിട്ട് പോയി. കൊടുത്തതിനൊരു തെളിവുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലൊക്കെ. പക്ഷേ 50 ലക്ഷം കൊടുത്ത് ബ്ലോക്കായിപ്പോയി. അപ്പോൾ പിന്നീട് സാവകാശത്തിൽ 25 ലക്ഷം കൂടെ കൊടുത്തു. അതുകൊണ്ട് നമ്മൾ ഏത് മേഖലയിലായാലും നമുക്ക് തരാനുള്ളവരും നമുക്ക് കൊടുക്കാനുള്ള അവരെ വെറുത്തിട്ട് കാര്യമില്ല. ഒരാൾ പറഞ്ഞു ചെയ്താൽ ഞാൻ വേണമെങ്കിൽ ജയിലിൽ കിടന്നോളാം, പക്ഷേ അനാഥ മന്ദിരത്തിൽ കൊടുത്താലും 10ൻ്റെ പൈസ വഴിയുണ്ടായാൽ പോലും അവർക്ക് തിരിച്ചു കൊടുക്കില്ല. ഈ പ്രതികാര ചിന്ത, വാശിയും നെഗറ്റീവാണെന്ന് പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടാൻ ഒത്തിരി ഫോളോ അപ്പുകൾ വേണ്ടി വന്നു. ക്ഷമ കൊടുത്ത് NLP ഇട്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ച് കെട്ടഴിഞ്ഞ് വീട്ടിൽ വന്ന് തെറി വിളിച്ച, പോലീസിൽ കൊണ്ടുപോയി പലതവണ പരാതി കൊടുത്ത് പിടിപ്പിച്ച, വഴിയില്ലാതെ പോയ, പാപ്പരായി പോയ മനുഷ്യൻ ആ ഉപദ്രവം ചെയ്ത വ്യക്തികളെ അനുഗ്രഹിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇന്ന് വരെ കിട്ടാത്ത വഴി തുറന്നു കൊടുത്ത് കടങ്ങളെല്ലാം തീർത്ത് ജപ്തിയായിപ്പോയ വീടിന് പകരം ഒരു 5 സെൻറ്റ് സ്ഥലവും വീടും ഉണ്ടാക്കാൻ ലഭിച്ച. മൂക്കിൽ പല്ല് വന്നപ്പോഴാണ്, വയസ്സാം കാലത്ത് കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുമ്പോഴാണ് നീ എവിടെ നിന്ന് തരുമെന്നാ, എങ്ങനെ തരുമെന്നാണ് പറയുന്നതെന്നും പറഞ്ഞ് ഒന്നും കൂടെ പ്രതികാരം കാണിച്ച്. അന്നൊക്കെ ഇപ്പോൾ സിവിൽ കേസുകളൊക്കെ കോടതിയിൽ പോകണം. അന്നൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും വരാന്തയെ കൊണ്ടുപോയി ഇരുത്തുകയും നാണം കെടുത്തുകയും ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഇന്നും ഇതുപോലെയുള്ള പല കേസുകൾ വരുന്നുണ്ട്. ഞാനൊരു അനുഭവം ഓർത്തപ്പോൾ പങ്കുവച്ചതാണ്. പക്ഷേ വയസ്സാം കാലത്ത് മൂക്കിൽ പല്ല് വന്നിരിക്കുമ്പോൾ കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്നു എന്ന് പറയുന്ന പ്രായത്തിൽ വിചാരിക്കാത്ത വഴികൾ തമ്പുരാൻ മുട്ടി വിളിച്ച് വഴി ഒരുക്കി കൊടുത്തു. ഇതാ ഒത്തിരി അത്ഭുതം നടന്നു. കിടപ്പാടും ഉണ്ടായി. തെറി വിളിക്കുന്ന, പുറത്തോട്ടിറങ്ങാൻ നിവൃത്തിയില്ലാത്ത ആ അവസ്ഥയ്ക്ക് ദൈവം പരിഹാരം കൊടുത്തു. അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ്, നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക്. ദൈവത്തെയും വെല്ലുവിളിച്ച് കടം മുഴുവൻ കയറ്റി വെച്ചിട്ട് ദൈവമാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞ് കടം കയറി സമ്പന്നനാകാൻ ആർക്കും പറ്റും. അവസാനം കൊടുക്കേണ്ടി വരുമ്പോഴാണ് കഴുത്തറ്റം മൂക്കറ്റം മുട്ടിയ ശ്വാസം കിട്ടാത്ത പോലത്തെ അവസ്ഥ. ഒന്നാമത്തെ കാര്യം, നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം. കൂദാശകളോടുള്ള അടുപ്പമുണ്ടോ? വിശുദ്ധ കുർബാന, കുമ്പസാരം, കാര്യങ്ങളൊക്കെ ആ ഒരു വിശുദ്ധി ഉണ്ടോ? വിവാഹം ഒരു കൂദാശയാണ്. വിവാഹബന്ധത്തിലെ വിശുദ്ധി, ഭാര്യാഭർത്തൃ വിശ്വസ്തത ഉണ്ടോ?
ദൈവഭക്തിയിൽ വരുന്ന കാര്യങ്ങളാണ്. തമ്മിൽ കടിപിടുത്തവും കുറ്റപ്പെടുത്തലും, കിട്ടാത്ത സ്ത്രീധനമേ തെറ്റു പറഞ്ഞ് ചെളിവാരി എറിയുന്ന അവസ്ഥകളും, ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തലും, കിട്ടാതെ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള പഴങ്കഥകൾ ആവർത്തിച്ച് നെഗറ്റീവായി ഡൗണായി തീരുന്ന അവസ്ഥയാണോ? എല്ലാ കുറ്റവും പങ്കാളിയുടെ മേൽ ചുമത്തുന്ന അവസ്ഥയാണോ? അല്ലെങ്കിൽ കുടുംബത്തിൽ വേർതിരിവ്, പക്ഷപാതമാണോ? അപ്പനും മക്കളും ഒരു വശത്ത്, അമ്മയെ ചവിട്ടുന്ന അവസ്ഥയാണോ? അല്ലെങ്കിൽ അമ്മയും മക്കളും ഒറ്റക്കെട്ടായി നിന്ന് അപ്പനെ തഴയുന്ന അവസ്ഥയാണോ? ഉയർന്നു വരാൻ ഭയങ്കര പാടാണ്. എഴുതി വെച്ചോ. ഭിന്നത ഉള്ളിടത്ത് സാത്താനേ പ്രവർത്തിക്കത്തുള്ളൂ. ആ മക്കൾ അവസാനം നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും എതിരെ അവസാനം കെട്ടിപ്പിടിച്ചിരുന്ന് കരയേണ്ടി വന്ന കുടുംബങ്ങളെ വ്യക്തമായിട്ടറിയാം. മലയാളത്തിൽ പറഞ്ഞു കൊടുത്തിട്ട് എന്നാൽ ഞങ്ങൾക്ക് വേറെ സ്ഥലമുണ്ട് ബന്ധിക്കാൻ അല്ലെങ്കിൽ ഉടമ്പടി ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോയിട്ട് നയങ്ങളിൽ മാറ്റമില്ല. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ആചാര അനുഷ്ഠാനങ്ങളോ നേർച്ച കാഴ്ചകളോ ചെയ്യണ്ട എന്നല്ല പറയുന്നത്. ഉള്ളിലിരിപ്പ്, കയ്യിലിരിപ്പ്, മനസ്സിലിരിപ്പ് ഇതൊക്കെ മാറ്റം വരുത്തണം. വെറുപ്പ് വൈരാഗ്യങ്ങളും മാറ്റണം. ഒന്നിച്ച് തുഴഞ്ഞ് കയറാൻ നോക്കണം. കുടുംബ പ്രാർത്ഥന വേണം. ദൈവഭക്തി എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ പരിഹാര പ്രവൃത്തികൾ ചെയ്യാമെന്ന് തീരുമാനങ്ങൾ എടുക്കണം. ദശാംശങ്ങൾ കൊടുക്കേണ്ടതാണെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കണം. ഉള്ളതിൽ നിന്ന് കൊടുക്കണം. പിച്ചത്തരവും പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. തോബിത്ത് 4:21 കേട്ടോ. അവിടെ രണ്ടാമത്തെ കാര്യം പാപത്തിൽ നിന്ന്, പാപകരമായ വരുമാന മാർഗങ്ങൾ കൊണ്ട് ഒരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല. ഇന്നലെ ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇതാണ്. 2 ബിസിനസ് സ്ഥാപനമുണ്ട്. മൂന്നാമത്തത് ഒരു ഫിനാൻസ് സ്ഥാപനമാണ്. ഭർത്താവ് മരിച്ചുപോയി. ഭർത്താവ് ആരംഭിച്ചു വെച്ചതാണ്. പക്ഷെ അതിൽ നിന്ന് കുറേ വരുമാനമുണ്ട്. പക്ഷേ ദൈവവചനം പഠിച്ചപ്പോൾ മനസ്സിലായി ആ ഫിനാൻസ് സ്ഥാപനം പതിയെ നിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലിശ ഇടപാട്. അപ്പോൾ ഓപ്പറേഷൻ കുബേര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ലീഗലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വഴികളും ഉണ്ട്, ബാങ്കിങ് ഇടപാടുകൾ. അപ്പോൾ ആ സഹോദരി പറഞ്ഞ് അത് നടത്താൻ താല്പര്യപ്പെടുന്നില്ല. പിടിച്ചു പറിച്ചെടുക്കുന്ന അവസ്ഥകളിൽ കൂടെയുള്ള വരുമാനം കുടുംബത്തിൻ്റെ അടിവേര് തകർത്തുകൊണ്ടിരിക്കുക. പണവും എല്ലാം ഉണ്ട്, പക്ഷേ സ്വസ്ഥതയില്ല. അതുകൊണ്ട് മറ്റ് 2 ബിസിനസ്സുകൾ ദൈവം തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് പോകാൻ വേണ്ടി മറ്റേത് നിർത്താൻ ബ്രദർ പ്രാർത്ഥിക്കണം. അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ബാറ് നടത്തിക്കൊണ്ടിരുന്ന ഒരു കുടുംബം വിശുദ്ധ മാർ തെരേസയുടെ സ്ഥാപനത്തിന് സാമ്പത്തികം വാഗ്ദാനം ചെയ്തു വന്നപ്പോൾ മദർ അവരുടെ സഹായങ്ങൾ നിരസിക്കുകയും മദ്യവിൽപ്പന അവസാനിപ്പിച്ചിട്ട് എന്ന് വരുന്നോ അന്ന് നിങ്ങളുടെ സഹായം സ്വീകരിക്കാമെന്ന് പറഞ്ഞു വിടുകയും ചെയ്ത ഒരു സംഭവം വായിച്ചിട്ടുള്ളത് ഓർക്കുകയാണ്. അനീതിയുടെ മറ്റുള്ളവരെ കൊന്നിട്ട് മറ്റുള്ളവരെ കുടിപ്പിച്ചിട്ട് നശിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന ചിലരൊക്കെ പറയുന്ന ഇതാണ്, നേരാ വഴി ഈ കാലത്ത് ഉണ്ടാക്കാൻ പറ്റൂല, ലവനൊക്കെ കള്ളപ്പണമാണെന്ന്. ആ സ്വഭാവം ആദ്യം നിർത്തണം. ആരെങ്കിലും ഉയർന്നു വരുന്നത് കണ്ടാൽ ബാക്കിയുള്ളവർ 4-5 പേര് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഒരു ഗതിയും പിടിക്കുന്നില്ല. ഇതേതാണ്ട് കള്ളപ്പണം ഒറ്റയാണ്. അവൻ്റെ പോക്ക് കണ്ടില്ലേ, ചീറിപ്പാഞ്ഞ് പോണ കണ്ടില്ലേ, ഇങ്ങനത്തെ കാറൊക്കെ മേടിക്കണേ എത്ര, ചിലപ്പോൾ എല്ലാം ലോണായിരിക്കും. പക്ഷേ അവർക്കതിനുള്ള റോളിങ് ഒരു മണി അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടാകും. മറ്റുള്ളവരെ നമ്മൾ അന്വേഷിക്കുന്ന അതേ പണം അതേ സമ്പത്ത് മറ്റുള്ളവർക്ക് കിട്ടുന്നത് കാണുമ്പോൾ അതിൻ്റെ പേര് അസൂയ എന്ന് പറയുന്നത്. ഇല്ലാവചനങ്ങൾ പറയുക. അവരെന്തെങ്കിലും പ്രശസ്തിയോ സമ്മാനങ്ങളൊക്കെ മേടിച്ച അവാർഡുകളൊക്കെ കിട്ടുന്ന പടങ്ങളോ വീഡിയോ ഒക്കെ കാണുമ്പോൾ അവർ കരിവാരി തേക്കുക, അപമാനിക്കുക. ഫേസ്ബുക്ക് യൂട്യൂബ് പോസ്റ്റുകളൊക്കെ കണ്ടിട്ട് അവനൊക്കെ ഒരു ചോറും പൊതി കൊടുക്കാൻ നടക്കണ്, നാട് നന്നാക്കാൻ ഇറങ്ങിയേക്കണ്, ഇവനൊക്കെ വേറെ പണിയില്ലേ, ഫോട്ടോ ഇടാൻ വേണ്ടിയാണ്. ഞങ്ങളൊക്കെ ഇതൊക്കെ കേൾക്കുന്നതാണ്. ബ്രദറിൻ്റെ കയ്യിൽ നിന്നുള്ള കാശ് കൊണ്ടല്ല. ഇതൊക്കെ സന്മനസ്സുള്ള ആൾക്കാർ സഹായിക്കുന്ന അങ്ങനെ കൂട്ടായ സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയുടെയും അതുപോലെ ജനമൈത്രി പോലീസിൻ്റെയും ഞങ്ങളുടെ സ്കൂൾ ക്ലാസ്മേറ്റുകൾ, ചില ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ ചെവിക്ക് ചെവി അറിയാതെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ഓർമ്മയ്ക്ക് വേണ്ടി വിവാഹ വാർഷികം നടക്കുമ്പോൾ അതിന് വേണ്ടി 50 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറയുന്നവർ, അല്ലെങ്കിൽ പുതിയ ജോലി കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ താങ്ക്സ് ഗിവിങ് ആയിട്ട് നേർച്ചപ്പെട്ടി കൊണ്ടുപോയി ഇടുന്നതിന് പകരം, ഇടണ്ട എന്നല്ല പറയുന്നത്, തല്ലുപിടിച്ചും വഴക്കുണ്ടാക്കിയത് നേർച്ചപ്പെട്ടി കൊണ്ടുപോയിട്ട് ആ പള്ളിയിൽ നിന്നും തല്ലുപിടുത്തവും കടിപിടുത്തവും മാറത്തില്ല. ഇന്ന് പല സംഭവങ്ങളും കാണുമ്പോൾ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക പീഡകൾ എന്താണ് ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ തിരിച്ചറിയുന്ന ചില കാര്യങ്ങൾ. ഇത് അനീതി വഴി നേടിയതല്ല ദൈവത്തിന് കൊടുക്കേണ്ടത്. ആബേൽ സമർപ്പിച്ചതുപോലെ നീതി വഴി നേടിയതാണ്
നേർച്ചയും കാഴ്ചയും ദശാംശങ്ങളും പാവങ്ങൾക്ക് സഹായമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് അവിടെ കിടന്ന് തിരിയും. ഒരു പരിഹാര ശുശ്രൂഷയായിട്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് സഖ്യവൂസ് എൻ്റെ സ്വത്തിൽ പകുതി ദരിദ്രർക്ക് ആരുടെയും വക വഞ്ചിച്ചിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതിനും പരിഹാരം ചെയ്യുമെന്ന് കർത്താവിൻ്റെ മുമ്പിൽ കർത്താവ് അതൊന്നും വേണ്ട, നീ എടുത്തത് മാത്രം കൊടുത്താൽ മതി, പകുതിയൊന്നും കൊടുക്കണ്ടെന്നും പറഞ്ഞില്ല, ഇങ്ങനെ ചെയ്യണ്ടെന്നും പറഞ്ഞില്ല. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ലൂക്കാ 19:9. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒന്ന് ആത്മശോധന ചെയ്ത് നമുക്ക് നോക്കാം. ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കണക്കറിയാത്ത സമ്പന്നനായ അമ്മാമ്മയെ പറ്റിച്ച് 900 രൂപ തരാം എന്നും പറഞ്ഞ് പറ്റിച്ച് 90,000 9,000 വരുന്ന സ്ഥാനത്ത് 900 കൊണ്ട് പറ്റിച്ച് ഭൂമി അടിച്ചെടുത്ത ഒരു കഥ കേട്ടിട്ടുണ്ട്. അവസാനം കിടന്ന് വലിഞ്ഞ് നീറിപ്പുകഞ്ഞ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ കിടന്ന് വലിഞ്ഞു മരിച്ച സംഭവം അറിയാം. പക്ഷേ അതുകൊണ്ട് നേരായ വഴികളിലല്ലാതെ നമ്മളിലോ കുടുംബത്തിലോ വരുമാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുക. തലമുറകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനും പരിഹാരം ചെയ്തും പ്രാശ്ചിത്തം ചെയ്തും പ്രാർത്ഥിക്കണം. കുടുംബത്തിലോ തലമുറകളിലോ പൂർവികരിലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കെട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് സമ്പത്ത് അവശേഷിക്കുന്നില്ല, ഊതിപ്പറത്തുന്ന അവസ്ഥ, ചോർച്ചകൾ മാറുന്നില്ല, കിട്ടുന്ന ജോലി തട്ടിപ്പറിയുന്ന അവസ്ഥ, നമ്മൾ ചെന്ന് കയറുമ്പോഴേക്കും പൂട്ടിപ്പോകുന്ന അവസ്ഥ, പിന്നെ മേലാളന്മാരുടെ അപ്രീതി വെറുതെ ഉണ്ടാകുന്ന, ആരോടും കാണിക്കാത്തവർ വരെ ശത്രുത കാണിക്കുന്ന അവസ്ഥ, ഇതെല്ലാം മാറണമെങ്കിൽ ചില കെട്ടുകൾ അഴിയേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം അഴിയാനും അഴിക്കാനും കണ്ടെത്താനും പരിഹാരം ചെയ്യാനും ശ്രമിക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മറന്നു പോകരുത്. ദൈവത്തോട് ഭക്തി വേണം, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, അവിടത്തേക്ക് പ്രീതികരമായത്, പാപം ചെയ്യാതിരിക്കുന്നത് മാത്രമല്ല നിൻ്റെ വിളി, പുണ്യം ചെയ്ത് ജീവിക്കാനാ. ചിലർ പറയും ഞാൻ കുടിക്കുന്നില്ല, വലിക്കുന്നില്ല, ആരുടെയും തട്ടിച്ചെടുക്കുന്നില്ല, ഞാൻ കഷ്ടപ്പെടുന്നു, ജോലിയെടുക്കുന്നു, എൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നു. നമ്മൾ ആരെയും നോക്കാനുമില്ല പൊക്കാനുമില്ല, കൊടുത്തതിനൊക്കെ കിട്ടിയെന്ന് പറയുന്നവർ, അത് തെറ്റായ പ്രവണതയാണ്. അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്യണം. നന്മ ചെയ്യുക, വിശുദ്ധിയിൽ ജീവിക്കുക, പങ്കുവെക്കുക എന്നുള്ളത് ദൈവഹിതമാണ്. എല്ലാവരും പങ്കുവെച്ചും പരസ്നേഹത്തിലും ജീവിച്ചാൽ എത്ര മനോഹരമീ ലോകം, സമസ്ത സുന്ദരമീ ലോകം, ഇവിടെ പറുദീസ വിടരും പറുദീസ, സുരബില പറുദീസ. വർഷങ്ങൾക്ക് മുമ്പ് ഭരണങ്ങാനം അസീസി ധ്യാന കേന്ദ്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് 10-34 വർഷമായി ശുശ്രൂഷയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 10-30 വർഷം മുമ്പ് അവിടെ പാടി പഠിപ്പിച്ച കേട്ട നല്ലൊരു, എല്ലാവരും തോളയിലൊക്കെ കൈയിട്ട് ആടി പാടിയ ആ സുന്ദര നിമിഷങ്ങൾ. ആടാനും പാടാനൊക്കെ പറ്റും, പക്ഷേ പങ്കുവെക്കുന്ന കാര്യം കേൾക്കുമ്പോൾ ചുളിയും. കടം മേടിച്ചത് തിരിച്ചു കൊടുക്കുന്ന കാര്യം വരുമ്പോൾ അതിനേക്കാൾ വലിയ അസ്വസ്ഥതക്കേട്. അത് തെറ്റാണ്. വാഗ്ദാനങ്ങൾ ചെയ്ത് ആശിപ്പിച്ച് അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കടം മേടിച്ചിട്ട് അത് കൊടുക്കാതിരിക്കുന്നത് ശാപം തന്നെയാണ്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുതെന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം. ഇങ്ങനെ പറയും, വാപ്പ മാറിയാലും വാക്ക് മാറരുതെന്ന് പറയും. അതായത് വാപ്പ ഒരിക്കലും മാറുകയില്ല. അപ്പോൾ അതുപോലെ തന്നെ ആരോടായാലും വീട്ടിൽ കെട്ടിവെച്ചുകൊണ്ടിരിക്കുക. അതൊരു സഹോദരി പറഞ്ഞു, ബ്രദർ ഒന്ന് പറയണേ, പിന്നെ പൈസ ഉണ്ട്, പക്ഷേ ഫണ്ട് ഞങ്ങൾക്ക് തന്ന ആൾ ഇപ്പോൾ ഹാർട്ടിന് ഓപ്പറേഷന് ചെയ്യാൻ പൈസ ഇല്ലാതെ വിഷമിക്കുകയാണ്, വിളിച്ചിട്ടും ചോദിച്ചിട്ടും എൻ്റെ ഭർത്താവ് ഇല്ലക്കം പാടിക്കൊണ്ടിരിക്കുക, ലക്ഷങ്ങൾ ബാങ്കിൽ കിടപ്പുണ്ട്. ബ്രദർ ഒന്ന് പറഞ്ഞാൽ, മക്കളെല്ലാം ഇപ്പോൾ കൈവിട്ട് പോയിക്കൊണ്ട് പ്രാർത്ഥന കൂടെയൊക്കെ കയറി വന്നതെല്ലാം നശിച്ചിട്ട്, പക്ഷേ അതെല്ലാം കാറ്റിപ്പറത്തി ഇപ്പോൾ പൈസ വന്നപ്പോൾ വീണ്ടും സ്വഭാവം മാറി. ഞാൻ വിളിച്ചുകൊണ്ട് വരാം, ബ്രദർ ഒന്നും പറഞ്ഞാൽ അനുസരിക്കും, ബ്രദറിനോട് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യന് അയാളുടെ കടം മേടിച്ച പൈസ കൊടുത്തിട്ട് ആ പാവപ്പെട്ട കുടുംബത്തിന് അയാൾക്ക് ഹാർട്ടിന് ഓപ്പറേഷൻ ആയിരിക്കുന്ന സമയത്ത് അയാളുടെ കിടപ്പാടം പണയം വെച്ച് അന്ന് കൊടുത്ത പൈസയും കയ്യിലുണ്ടായിരുന്ന ജീവിക്കാനുള്ള മെച്ചം അത് തിരിച്ച് ഈ മനുഷ്യൻ കൂട്ടിയിട്ടിരുന്ന പൈസയിൽ നിന്ന് കൊടുക്കാതെ ഇട്ടിരുന്നത് കൊടുത്തപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഒത്തിരി കെട്ടടിഞ്ഞതും സമാധാനം വന്നതും അറിയാം. അപ്പോൾ ഈ 1-ാമത്തെ വചനം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്. തോബിത്ത് 4:21, മാറിപ്പോകരുത്. തോബിത്ത് 4:21, മകനെ നമ്മൾ ദരിദ്രരായി തീർന്നില്ല, ആദ്യം വേണ്ട, നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കും, നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ. തട്ടിപ്പും വെട്ടിപ്പും ടാക്സ് വെട്ടിപ്പും തൂക്കം തട്ടിപ്പും മായം ചേർക്കലും വെള്ളം ചേർക്കലൊക്കെ മാറ്റി ദശാംശം പോലും കൊള്ളയടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ എങ്ങനെ ഉയർന്നു വരും? ദൈവത്തിനുള്ളത് ദൈവത്തിനും മനുഷ്യർക്കുള്ളത് മനുഷ്യർക്കും കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിനക്ക് എന്നെ അഭിഷേകം ചെയ്യണേ, ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ, ഈ വചനം ഞാൻ അനുസരിക്കാനുള്ള കൃപ തരണേ ഈശോയെ, നിനക്ക് വലിയ സമ്പത്ത് വരും, എനിക്ക് വലിയ സമ്പത്ത് കൈവരും. ഈ വചനം അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ. 2-ാമത്തെ വചനമാണ്
യേശയ്യാ പ്രവചനം 25:4 അവിടെ പറയുന്ന അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രൻ്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ്. എത്ര ശക്തമായ സുന്ദരമായ വചനമാണ്. ദരിദ്രരെ ദൈവം ഉപേക്ഷിക്കുകയല്ല. ദൈവം വെറുക്കുന്ന വിഭാഗമല്ല ദരിദ്രർ. ദരിദ്രരിൽ ദരിദ്രനായി തീർന്ന് ഇനി ഭൂമിയിൽ ഇതുപോലെ ആരുമില്ല എന്ന് സ്വയം വ്യക്തമാക്കിയ അനുഭവിച്ച ദൈവപുത്രനായ ഈശോ അല്ലേ, പിറക്കാൻ പോലും ഇടം കിട്ടിയില്ല, ഒരു വാതിലും തുറന്നു കൊടുത്തില്ല. അപ്പോൾ യെശയ്യാ 25:4 അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രൻ്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ്. ഈശോയെ, ഞാൻ ഈ വചനത്തിൽ വിശ്വസിക്കുന്നു, വഴികാട്ടി തരണമേ. ഉറപ്പുള്ള അഭയമാണ്. ഈ വചനത്താൽ എന്നെ എൻ്റെ കുടുംബത്തെയും നിറയ്ക്കണമേ. ജോലി തേടിയുള്ള ശ്രമങ്ങൾ, കടം തീർക്കാനുള്ള വഴികൾ, വസ്തുവിൽ വിൽക്കാൻ പറ്റാത്ത തടസ്സങ്ങൾ കർത്താവെ പരിഹാരം നൽകി അനുഗ്രഹിക്കണമേ. ഹാലേലുയ 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 എന്ന് പറഞ്ഞ് ആവർത്തിച്ചു പറഞ്ഞു. ഉറപ്പുള്ള അഭയമാണ്. കണ്ണുനീരൊഴുകണേ, ഒഴുകട്ടെ, തുറന്നു കൊടുക്ക്. അല്ലെങ്കിൽ കമിഴ്ന്ന് കിടന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്ത്, മുറി അടച്ച് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ഒരു 15 മിനിറ്റ് പ്രാർത്ഥിക്ക്, വചനം ആവർത്തിക്ക്, ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങ്. വന്ന് മുട്ടി വിളിച്ച് കൊണ്ടുവന്ന് തരും. തരാനുള്ളവർ തരും, കിട്ടാതെ കിടക്കുന്നത് കിട്ടും, അവർക്കും വഴി തുറന്ന് കിട്ടും. കിട്ടിയാൽ കൊടുക്കാമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങ്. അത്ഭുതം നടക്കും. ചിലരുടെയൊക്കെ വിചാരമാണ് ദരിദ്രരെ ദൈവം വെറുക്കുകയാണ്. പണ്ട് മുതലേ നമ്മളെ ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണ്. ദൈവത്തിന് പോലും ദരിദ്രരെ വേണ്ട, എവിടെ പോയാലും കാശ് മതി എന്ന് പറയുന്നവരെ കേട്ടിട്ടുണ്ട്. പണത്തിന് മീതെ പരുന്തും പറക്കൂല, നമ്മൾ പാവപ്പെട്ടവരാ, നമ്മൾക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് മടുത്തിരിക്കുന്നവർ, ഈ വചനം അറിയാഞ്ഞിട്ട് ലൂക്ക 6:20-21 ഇത് പ്രാർത്ഥിക്കാനുള്ള വചനമല്ല, നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അത് നമ്മളെ ശുദ്ധീകരിക്കും. അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളി ചെയ്തു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാക്കപ്പെടും. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. ലൂക്ക 6:20-21 ഈ വചനത്തിൽ പറയുന്നത് കരയുന്നവർ ചിരിക്കും. ദൈവം മാറ്റങ്ങൾ തരും. ഉറച്ചു വിശ്വസിക്കുക, ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്തതായിട്ട്, മാറ്റം വരുത്താൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഇനി യേശുവിൻ്റെ പുറകെ വരുന്നവരെ വലിയ വെല്ലുവിളികളിലേക്കാണ് യേശു വിളിക്കുന്നത്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി അപ്പൻ്റെ വലിയ സമ്പത്തും കുടുംബത്തിൻ്റെ പ്രഭുസ്ഥാനവും എല്ലാം ഉപേക്ഷിച്ച് ദരിദ്രനായി തെരുവിലിറങ്ങി അനാഥരെയും അഗതികളെയും നിരാലംബരെയും അന്നും ഇന്നും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലുള്ള കോൺഗ്രിഗേഷൻ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ദരിദ്രരിൽ ദരിദ്രരായിത്തീർന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രം വായിച്ച് പ്രൊഫസർ പീറ്റർ റെഡ്ഡി എല്ലാം ഉപേക്ഷിച്ച് ദരിദ്രർക്ക് ദാനം ചെയ്ത ഈ കാലഘട്ടത്തിൻ്റെ ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ജന്മങ്ങൾ ഇന്നുമുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് സകലവിധ നിന്ദനങ്ങൾ സഹിച്ച് കയ്യിൽ സഹായത്തിന് വേണ്ടി നീട്ടിയ കയ്യിൽ കാർക്കിച്ച് തുപ്പിയപ്പോൾ അതെനിക്കെന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്തിട്ട് മറ്റേ കൈ ഈ പാവപ്പെട്ട കുഞ്ഞിന് വേണ്ടി അപ്പം തരിക എന്ന് പറഞ്ഞ് കടയുടെ മുമ്പിൽ നീട്ടി നിന്ന വിശുദ്ധ മദർ തെരേസയുടെ ആ ദാരിദ്ര്യമുഖം, അത് ദാരിദ്ര്യത്തിൻ്റെതല്ല, സമ്പന്നതയുടാക്കി. ഇന്നും ലോകം മുഴുവനിലും ഈ പ്രസ്ഥാനത്തിലൂടെ, ഈ അമ്മയിലൂടെ ദൈവം പടുത്തുയർത്തിയ ആ ശുശ്രൂഷ ജാതി മതഭേദമന്യേ അനേക ആശ്വാസം കൊടുക്കുന്നു. അപ്പോൾ മത്തായി 8:20 യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. യേശുവിൻ്റെ കൂടെ വരുന്നവരെ വെല്ലുവിളികളിലേക്കാണ് യേശു വിളിക്കുന്നത്. ഇത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മൂന്നാമത്തെ വചനം വളരെ സൂപ്പർ വചനം, സ്ട്രോങ് ആയിട്ടുള്ള വചനം, ശക്തമായ വചനം. ഏത് കാര്യത്തിനു വേണ്ടിയും, സമ്പന്നതയ്ക്ക് വേണ്ടി, തടസ്സങ്ങൾ മാറാൻ, അഭിവൃദ്ധി കിട്ടാൻ, വഴികൾ തുറന്നു കിട്ടാൻ, വസ്തുവിൽപ്പന നടക്കാൻ, അതിന് സാമ്പത്തിക പുരോഗതി കിട്ടാൻ, ജോലി കിട്ടാൻ ഒക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയ ആവശ്യങ്ങൾ ഏതാണോ അതിനനുസരിച്ച് രൂപാന്തരം പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ വചനം. അങ്ങനെ ഒരു വചനമുണ്ടോ? ജ്ഞാനം 16:25-26 ഒരു അത്ഭുത വചനമാണ്. കർത്താവേ, അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല. അപ്പോൾ മൂന്നാമത്തെ വചനം ഇതാണ്. നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു തോബിത്തിൻ്റെ പുസ്തകത്തിൽ 4:21 രണ്ടാമത്തെ വചനമാണ് യെശയ്യാ 25:4. മൂന്നാമത്തെ വചനം, പ്രാർത്ഥിക്കാനുള്ള വചനങ്ങൾ ഇതൊക്കെയാണ്. ജ്ഞാനം
16, 25, 26 കർത്താവെ അങ്ങേ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി. ആ വാക്കോർത്ത് നോക്കി, അങ്ങയുടെ വത്സല മക്കൾ, പൊന്നു മക്കൾ എന്നൊക്കെ പറയില്ലേ, ചക്കര മുത്താണെന്നൊക്കെ പറയില്ലേ. നമ്മൾ എത്ര പ്രായമായാലും എത്ര നിസ്സഹായരായാലും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ് നമ്മൾ. സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത്, ഇങ്ങനെ പറയില്ലേ, അമ്മയുടെ പൊന്നിന് തരൂലേ, അല്ലാതെ പിന്നെ ആർക്കാ കൊടുക്കുന്നത്, അപ്പൻ്റെ മോൻ വിഷമിക്കണ്ടട്ടാന്നൊക്കെ പറഞ്ഞ് മുത്തം വെച്ചിട്ട് സമ്മാനം കൊടുക്കൂലേ. അപ്പോൾ ഇതുപോലെ തന്നെ രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി, ചെറിയ ഔദാര്യത്തെ വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ ഔദാര്യം എന്ന് പറഞ്ഞാൽ അനന്തമാണ്, അതിവിശാലമാണ്, സുന്ദരമാണ്. അപ്പോൾ ആഗ്രഹത്തിന്, സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിന് ഒത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. ഒരു വഴിയില്ലാതെ 3 സെൻറ്റ് സ്ഥലവും ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ വീട് മാത്രമുള്ളവർ വന്നിട്ട് ഇന്ന് ഇട്ടുമൂടാൻ മാത്രം സമ്പത്തിൽ വചനം കേൾക്കുമായിരുന്നു, മുടങ്ങാതെ വരുമായിരുന്നു, ധ്യാനങ്ങൾ കൂടി, ശുശ്രൂഷ ചെയ്തു, മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രവർത്തിച്ചു, ദൈവം വളരെ ഉയർത്തി. ഇങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. മാറി കൊടുക്കാൻ സാരി പോലും ഇല്ലാതെ ഒരേ പഴകിയ, എല്ലാവരും പറയും ഇതൊന്നും, അപ്പോൾ പുറത്ത് പഞ്ഞത്തരം പറയാതെ സഹിച്ച് കാഴ്ചവെച്ച് ഇന്ന് ദൈവം അതിസമ്പന്നതയിൽ ഉയർത്തിയ കുടുംബത്തെ അറിയാം, പങ്കുവെക്കുന്ന കുടുംബങ്ങളെ അറിയാം ശുശ്രൂഷയിലേക്ക് വന്ന. അപ്പോൾ ഈ വചനം മറന്നു പോകരുത്. സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. ഈ വചനം നമ്മൾ മറന്നു പോകരുത്. അതുപോലെ സങ്കീർത്തനം 34:10 സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാൻ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. കടത്തിന് കടം മാറും, കടത്തിന് സമ്പന്നത തരും, രോഗത്തിന് എന്ത് കിട്ടും? ഔഷധം, വൈദ്യനാകും. ആര്? കർത്താവ്. രൂപാന്തരപ്പെടും, ശക്തി കിട്ടും. അതുപോലെ വിവാഹ തടസ്സമാണെങ്കിൽ നല്ലൊരു ദാമ്പത്യ ബന്ധം തരും, വന്ധ്യതയാണെങ്കിൽ ഉദരഫലം തരും, വീടില്ലാത്തവനാണെങ്കിൽ ഒരു പാർപ്പിടം തരും, മരണമാണെങ്കിൽ ഉയർപ്പ് തരും. പണ്ടേ മരിച്ചെന്ന് ഡോക്ടർമാർ വിധി എഴുതിയാൽ പോയി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവർ വന്ന എത്രയോ കേസുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കും. ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഡോക്ടർമാർ പറഞ്ഞ കേസുകളൊക്കെ വരാറുണ്ട്, വിളിക്കാറുണ്ട്. അത്ഭുതകരമായിട്ട് ഉയർത്തെഴുന്നേറ്റ് പോലെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒത്തിരി കേസുകൾ. ക്യാൻസർ രോഗികൾ തന്നെ നിരവധിയാണ് പ്രാർത്ഥിക്കാനായിട്ട് വന്നവർ. 70 വയസ്സായ അമ്മച്ചിയുടെ ക്യാൻസർ എങ്ങാട് പോയെന്ന് കാണാനില്ല. അതുപോലെ തന്നെ +2 പഠിച്ചപ്പോൾ മരിച്ചെന്ന് വിധി എഴുതി ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞാൽ പ്രശസ്ത ക്യാൻസർ ഡോക്ടർ വിധി എഴുതിയ കേസ് ഉൾപ്പെടെ ഒട്ടനവധി സൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ കർത്താവ് നേരിട്ട് കാണാൻ ശുശ്രൂഷയിൽ ഇട തന്നിട്ടുണ്ട്. 5-ാമത്തെ വചനം, 4-ാമത്തെ വചനം സങ്കീർത്തനം 34:10 സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാൻ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടായി. ബ്രദർ പിന്നെയും പറയുന്നത് ഒന്ന് നമ്മുടെ മനസ്സിൽ അത് പതിയണം. പിന്നെ ചിലർ പറയാറുണ്ട്, സ്ലാങ് വ്യത്യാസമുണ്ട്, പത്തനംതിട്ട അല്ലെങ്കിൽ ട്രിവാൻഡ്രം അല്ലെങ്കിൽ കാസർഗോഡ്, കണ്ണൂർ, കേരളത്തിനകത്തും പുറത്തും നിന്നൊക്കെ പലരും വിളിക്കുമ്പോൾ പറയും, ബ്രദറെ ഒന്നുകൂടെ പറഞ്ഞേക്കണേ, ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞാൽ പോരാ, ഞങ്ങൾക്ക് ചിലത് വ്യക്തമായിട്ട് മനസ്സിലാകും. ചിലപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ പോകുമ്പോൾ ഒത്തിരി സ്പീഡ്. എനിക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ അകത്ത് മുഴ, ഈശോ അത്ഭുതകരമായിട്ട് രോഗശാന്തി, ഹെരണ്യയുടെ രോഗം ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഈശോ സുഖപ്പെടുത്തിയ ഒരുപാട് അത്ഭുതമുണ്ട്. എനിക്ക് ആക്സിഡൻറ്റ് പറ്റി എൻ്റെ 8 പീസും 20 ചെറിയ പീസായിട്ട് ഒടിഞ്ഞു പോയി. അടുത്ത കാലത്ത് എങ്ങും തലവെക്കൂലെന്ന് പറഞ്ഞത് 3 മാസം തികയുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ കർത്താവ് ഓടിച്ച് തിരുവല്ലയിൽ വന്ന് വചനം പ്രഘോഷിച്ചു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ കൺവെൻഷന് മുമ്പുള്ള ഒരുക്ക ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒന്ന് അവിടെ പോയി പ്രസംഗിക്കാമെന്ന് വെച്ചപ്പോൾ ഒരു തടസ്സവും പറഞ്ഞില്ല, ഒടിഞ്ഞിരിക്കുന്ന കാര്യവും പറഞ്ഞില്ല. കാറോടിച്ച് പോയി, പ്ലാസ്റ്റർ ഇട്ട കാലം വെച്ച് പോയി, മണിക്കൂറുകൾ നിന്ന് പ്രസംഗിച്ച് വന്നു. ഡോക്ടർ പോലും ഞെട്ടിപ്പോയി. പിറ്റേ ദിവസം പ്ലാസ്റ്ററും വെട്ടി വിട്ടു, ഒരു ഫിസിയോതെറാപ്പിയും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം അത്ഭുതം പറയും. ഇങ്ങനെ ഒത്തിരി നമ്മുടെ ജീവിതം തന്നെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റും. നമ്മൾ തന്നെ ഒരു അത്ഭുതമായിട്ട് മാറും. നമ്മളെ കണ്ടുമുട്ടുന്നവർ ഈശോയെ കണ്ടെത്താൻ ഈശോ ഇടയാക്കും. 5-ാമത്തെ വചനം റോമ 10:12 തന്നെ വിളിച്ചപേക്ഷിക്കുന്ന സകലരുടെ മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. സകലരും, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ സിഖുകാരനോ ജൈനനോ ആരുമാകട്ടെ, നമ്മൾ മക്കളാണ്, അവകാശികളാണ്. ജാതിയുടെ മതത്തിൻ്റെ വേലിക്കെട്ടല്ല, ലിംഗ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. ദൈവത്തിന് നമ്മൾ മക്കളാണ്. തന്നെ
നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന സകലരുടെ മേൽ അവിടെ നിൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. ദൈവത്തനായ ഈശോയെ കരുണ തോന്നണമേ എന്ന് വിളിച്ച്, ദാവീദിൻ്റെ പുത്രാ കരുണ തോന്നണമെന്ന് അത്യുച്ചത് വിളിച്ച് അന്ധൻ്റെ കരച്ചിൽ കേട്ട് അവനെ അടുത്ത് വിളിച്ച ഈശോ, അടങ്ങിയിരിക്കടാന്ന് അവനോട് പറഞ്ഞവരെ കൊണ്ട് തന്നെ അവൻ്റെ ഈശോയുടെ അടുത്തേക്ക് വിളിപ്പിച്ച ഈശോ ഇന്ന് നമ്മുടെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിക്കും. പ്രഭാഷകൻ 27:3 പറയുന്നുണ്ട്, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. അതുകൊണ്ട് ദൈവഭക്തി ഇല്ലാത്തതാണോ, മാനസാന്തരം ഇല്ലാത്തതാണോ, അനീതി വഴിയാണോ ഈ തകർച്ചകൾക്ക് കുടുംബത്തിലൂടെ പൂർവികരിലൂടെ കടന്നു വന്നതോ നമ്മളിലൂടെ കടന്നു വന്നതോ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ കടം മാത്രം മേടിച്ചു കൂട്ടിയ അവസ്ഥകളാണോ ഇന്നെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ? മാനസാന്തരപ്പെടും. ദൈവമേ തെറ്റുപറ്റിപ്പോയി, ഞാൻ കടം വരുത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവേകമില്ലാതെ ആലോചനയില്ലാതെ എടുത്ത തീരുമാനങ്ങൾ കർത്താവെ കരുണ തോന്നണമേ, വഴികൾ തെളിയിച്ചു തരണമേ, തിരക്തം കൊണ്ട് കഴിയണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേലും ഞാൻ കൊടുക്കാനുള്ളവരുടെ മേലും എനിക്ക് കിട്ടാനുള്ളവരുടെ മേലും ഞാൻ അന്വേഷിക്കുന്ന വഴികളുടെ മേലും അഭിഷേകമായേക്കണമേ. ഹാലേലുയ 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 എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചേ. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും, വഴികൾ തുറന്നു തരും, അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, പരിശുദ്ധാത്മാവ് നിറയും. അതുകൊണ്ട് ഇതാ ദൈവം നിൻ്റെ ദാരിദ്ര്യത്തെ കഷ്ടതയെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ, നിങ്ങൾ കണ്ണുനീരും വേദനയിലും ദുഃഖത്തിലും തീരാവ്യാധിയിലും നിരാശയിലും വഴി തുറന്നു കിട്ടാത്ത അവസ്ഥയിലുമാണെങ്കിൽ ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കമൻസുകളും പ്രാർത്ഥനാ നിയോഗങ്ങളും എഴുതിയിടാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഷൈജു ബ്രദറിൻ്റെ ഈ ശുശ്രൂഷ, സെയിൻറ്റ് മേരീസ് പ്രേമശ്രീയുടെ ശുശ്രൂഷ തുടർന്നും ഇതുപോലെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതിലൂടെ നമുക്ക് ലഭിക്കും. നിങ്ങളുടെ ഷെയറും ലൈക്കും കമൻറ്റും. ഇത് കിട്ടാത്ത നിങ്ങൾക്ക് ചിലപ്പോൾ 1 കോടി രൂപ കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല, പക്ഷേ അവർക്ക് ദൈവവചനം വിട്ടുകൊടുത്താൽ ദൈവവചനത്തിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. ചിലപ്പോൾ അനേകരുടെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നിങ്ങൾക്ക് ദൈവം ഇതിലൂടെ വഴിയൊരുക്കുന്നുണ്ടാകാം. അതുകൊണ്ട് പ്രേക്ഷിത വേലകളിൽ വചനം പങ്കുവച്ച് നമുക്ക് പങ്കുകാരാകാം. അതിനുള്ള അനുഗ്രഹം ദൈവം എല്ലാവർക്കും തരട്ടെ. തീർച്ചയായും നിങ്ങളുടെ കമൻസുകൾ അയക്കണം, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അയക്കണം. എനിക്കുറപ്പുണ്ട് എന്നെക്കൊണ്ട് ഈ പ്രഭാതത്തിൽ ഈ ഓഡിയോ ചെയ്യിച്ച ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇത് അനേകർക്ക് പ്രയോജനകരമാവുന്നതിന് വേണ്ടി തമ്പുരാൻ ചെയ്യിച്ചതാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികൾ മാറും, നന്മകൾ ചെയ്യാൻ പോലും ഉള്ള വഴികൾ ദൈവം നിങ്ങൾക്ക് തെളിയിച്ചു തരും. അതിനുവേണ്ടി ആഗ്രഹിക്കുക. ആരെങ്കിലോട് വെറുപ്പോ വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ, കോഞ്ഞിക്ക് ക്രൈസ്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ തുറന്നൊരു കുമ്പസാരമൊക്കെ നടത്തി കുർബാന ഇരിക്കുക. ഞായറാഴ്ചയെങ്കിലും മുടങ്ങാതെ കുർബാനയിൽ പങ്കെടുക്കുക. പറ്റുമെങ്കിൽ അരമണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ ആരാധനക്കെഴുന്നൽ വെച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കുന്നത് പോലെയോ മുടക്കം കൂടാതെയോ ഒക്കെ ഒരമണിക്കൂറെങ്കിലും പോയി ഒന്ന് ആരാധനയിൽ പങ്കുവെച്ച്, ഒന്നും പറയണ്ട, അവിടെ പോയി ഇരുന്ന് കൊടുത്താൽ മതി, പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനെ അലിഞ്ഞലിഞ്ഞ് മഞ്ഞൊരുകുന്നത് പോലെ പരിഹാരങ്ങളുണ്ടാകും. കൗൺസിലിങ്ങിലേക്ക് കടന്നു വരേണ്ടത് അങ്ങനെ കടന്നു വരിക. കൂട്ടായ്മയിൽ വന്ന് പ്രാർത്ഥിക്കുക. തിരക്താഭിഷേക ധ്യാനമുണ്ട് ഞങ്ങളുടെ ടീമിൻ്റെ. ആദിക്കുന്നവർ ഒരു 3 ദിവസമേ ഉള്ളൂ. അതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ദൈവം എല്ലാവരെയും സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും എല്ലാ മാലാമാരുടെ സഹായം സംരക്ഷണം ഉണ്ടാകട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ് പറഞ്ഞ് ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.